കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയെ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമമെന്നോണം സുധീഷ് അവളോട് തൻ്റെ പ്രണയം തുറന്നു പറയാനായി ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ബീച്ചിലെത്തിയവൻ നിധിയോട് തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ നടന്ന ഒരു സംഭവം അവൻ്റെ തീരുമാനത്തെ മാറ്റിമറിക്കുകയാണ്. അവിടെ അവൻ്റെ ഒരു സുഹൃത്തും കാമുകിയും തമ്മിൽ വഴക്കിടുകയായിരുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിച്ച് സുധീഷും നിധിയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും 3 വർഷത്തോളമായി പരസ്പരം അറിയാമെന്നും പക്ഷേ തൻ്റെ ഇഷ്ടം തുറന്നു പറയേ തൻ്റെ കാമുകിയെ വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്നും അവൻ്റെ സുഹൃത്ത് പറയുന്നുണ്ട്. അത് കേട്ട് സുഹൃത്തിന്റെ കാമുകിയും പറയുകയാണ് അവനെ താനൊരു ഫ്രണ്ടായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും ഒരിക്കലും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നും തന്റെ കല്യാണത്തെക്കുറിച്ചും ഭാവി വരനെക്കുറിച്ചും തനിക്ക് നിറയെ സ്വപ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് ഒരിക്കലും അവനെ കല്യാണം കഴിക്കാനാവില്ലെന്നും അവന്റെ കാമുകിയും തീർത്തു പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിധിയുടെ അഭിപ്രായം എന്താണെന്ന് സുധീഷിന്റെ സുഹൃത്ത് ചോദിക്കേ താൻ ആ പെൺകുട്ടിയുടെ ഭാഗത്താണെന്നും ഒരാളെയും ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ലെന്നും തന്നോട് സുധീഷ് ആയിരുന്നു പ്രണയം തുറന്നു പറഞ്ഞതെങ്കിലും താൻ ഈ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും നിധിയും വ്യക്തമാക്കുന്നുണ്ട്. താൻ പ്രണയം തുറന്നു പറഞ്ഞാലും നിധിയുടെ തീരുമാനം ഇതുതന്നെ ആയിരിക്കുമെന്ന് വിഷമത്തോടെ സുധീഷ് തിരിച്ചറിയുകയാണ്. നിധിയുടെ നിർദ്ദേശപ്രകാരം അവൻ തന്റെ സുഹൃത്തിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞുവിടുന്നുണ്ട്. പിന്നീട് അവൾ സുധീഷ് തന്നെ ബീച്ചിലേക്ക് വിളിച്ചു വരുത്തിയ കാര്യത്തെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഡിവോഴ്സ് കാര്യം പറഞ്ഞ് തന്നെ വക്കീൽ വിളിച്ചിരുന്നുവെന്നും അക്കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് നിധിയെ താൻ ബീച്ചിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നും സുധീഷ് കള്ളം പറയുകയാ. ഡിവോഴ്സിന്റെ കാര്യത്തിൽ തനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലെന്നും ഈ ബന്ധത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു കടക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് നിധി തന്റെ തീരുമാനം അറിയിക്കുന്നുണ്ട്. നിധിയുടെ ഈ തീരുമാനം സുധീഷിനെ വല്ലാതെ വേദനിപ്പിക്കുകയാ. പിന്നീട് രാത്രിയാവുമ്പോൾ വീട്ടിലെത്തിയ സുധീഷ് ഡിവോഴ്സിന്റെ കാര്യമോർത്ത് സങ്കടത്തോടെ ഇരിക്കുമ്പോഴേക്കും സുഭാഷ് ചേട്ടൻ അവനെ ആശ്വസിപ്പിച്ച് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാ. പിന്നീട് സുധീഷ് തന്റെ പ്രണയം നിധിയോട് തുറന്നു പറയാനായി അവളെയും കൂട്ടിക്കൊണ്ട് ബീച്ചിലേക്ക് പോയതും അവിടെ നടന്ന സംഭവങ്ങളും സുഭാഷ് ഏട്ടനോടും ഹരീഷിനോടും നികേഷിനോടുമെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ വിവാഹമോചന നടപടികൾക്കായി സുധീഷും നിധിയും കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ഒരവസാനവട്ട ശ്രമമെന്നോണം സുഭാഷ് ഏട്ടൻ സുധീഷിന് അവളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് വിവാഹമോചനത്തിൽ നിന്ന് പിന്മാറാനായി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും തനിക്കും സുധീഷിനെ ഇഷ്ടമാണെന്നും പക്ഷേ സുധീഷിന്റെ നന്മയ്ക്കായി അവന്റെ ജീവിതത്തിൽ നിന്ന് താൻ മാറിപ്പോകുന്നതാണ് നല്ലതെന്നും അവൾ തീർത്തു പറയുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം മറിഞ്ഞെന്ന് കേട്ട സുധീഷ് ആകെ തകർന്നു പോവുകയാ. അങ്ങനെ അവർ ഒരുമിച്ച് കോടതിയിലേക്ക് പോവുകയാ. അവിടെ എത്തുന്ന അവർ അഡ്വക്കേറ്റിന്റെ നിർദ്ദേശത്തോടെ ആവശ്യമായ രേഖകളിൽ ഒപ്പുവെക്കുകയും ജഡ്ജിയുടെ മുന്നിൽ ഹാജരാവുകയും ചെയ്യുന്നുണ്ട്. ജഡ്ജി അവരോട് കൗൺസിലിങ്ങിന് പോവാൻ നിർദ്ദേശിക്കുകയാ. കൗൺസിലിംഗ് സമയത്ത് 4 മാസം മാത്രം നീണ്ടുനിന്ന വിവാഹ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാനും ഒരുമിച്ച് ജീവിക്കാനും കൗൺസിലർമാർ അവരെ ഉപദേശിക്കുകയാണ്. പക്ഷേ ഡിവോഴ്സ് എന്ന തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാ നിധിയും. കോടതി നടപടികൾക്ക് ശേഷം സുധീഷും നിധിയും ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായി കയറുകയാണ്. അവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും പിന്നീടുള്ള സെക്കൻഡ് മാരേജിനെ കുറിച്ചുമെല്ലാം അവർ തമാശ രൂപേണ സംസാരിക്കുന്നുണ്ട്. ഇത് സുധീഷിനെ ആകെ സങ്കടത്തിലാക്കുകയാണ്. പഫ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ മുഖത്തെ വേസ്റ്റ് ശ്രദ്ധിക്കുന്ന നിധി ഒരു ടിഷ്യൂ എടുത്ത് അത് തുടച്ചു കൊടുക്കുകയാ. ഇതിൽ സന്തോഷവാനാവുന്ന സുധീഷ് കുറച്ച് പഫ്സിന്റെ പൊടിയെടുത്ത് തന്റെ ചുണ്ടത്തും കവിളത്തുമെല്ലാം ആക്കുന്നുണ്ടെങ്കിലും ആ കാഴ്ച കാണുന്ന നിധി മനഃപൂർവ്വം അത് തള്ളിക്കളയുകയാ. ഡിവോഴ്സിന് വന്നിട്ടും ഒന്നിച്ചിരുന്ന് ആദ്യമായി ഭക്ഷണം കഴിക്കുന്നത് നമ്മളായിരിക്കുമെന്ന് സുധീഷ് പറയെ നിധിയും ചിരിയോടെ അത് സമ്മതിക്കുകയാ. അവളുടെ ചിരി കണ്ടവൻ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കെ അവൾ സുന്ദരിയാണെന്ന് സുധീഷ് പറയുകയാണ്. അവളും സന്തോഷത്തോടെ താങ്ക്സ് പറഞ്ഞ് ഇനിയും എത്ര തവണ കൗൺസിലിങ്ങിന് പോവേണ്ടി വരില്ലെന്ന് അറിയില്ലെന്നും രണ്ടുപേരും ഒരുമിച്ച് വിവാഹമോചന ഹർജി നൽകിയാൽ പെട്ടെന്ന് വിവാഹമോചനം കിട്ടുമെന്നാണ് താൻ കരുതിയതെന്നും നിധി പറയേ കൗൺസിലിങ്ങിനിടയ്ക്ക് തന്നെ തനിയെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഒരുമിച്ച് ജീവിക്കാനാ അവർ ആവശ്യപ്പെട്ടതെന്നും അവർ പറയുന്നത് കേൾക്കെ ഒരു ഘട്ടത്തിൽ ഒന്നിച്ചു ജീവിച്ചാലോ എന്ന് താൻ ചിന്തിച്ചു പോയെന്നും സുധീഷും പറയുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനേ പാടില്ലെന്നും നമ്മൾ ഒരുമിച്ച് സെറ്റ് ആവില്ലെന്നും നിധി തന്റെ തീരുമാനം തീർത്തു പറയുന്നുണ്ട്. സുധീഷും എല്ലാം കേട്ട് ടെൻഷനോടെയും നിസ്സഹായതയോടെയും ഇരിക്കുകയാണ്. പിന്നീട് സുധീഷ് തന്റെയും നിധിയുടെയും കല്യാണം നടന്ന സ്റ്റേഷനിലെ ഗോപി സാറിനെ ചെന്നുകണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. നിധിയുടെ അച്ഛനും കൂട്ടരും തന്നെ വിളിച്ചു വരുത്തി കൊല്ലാൻ ശ്രമിച്ച കാര്യവും നിധി തന്നോട് ഡൈവോഴ്സ് ആവശ്യപ്പെടുന്ന കാര്യവും സുധീഷ് പറയെ ഡിവോഴ്സ് ആവശ്യപ്പെടാൻ എന്താ കാര്യം, ഡിവോഴ്സിന് ശേഷം കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലിരുത്താനാണോ അവളുടെ അച്ഛന്റെ പ്ലാനെന്നും ഗോപി സാർ ചോദിക്കുകയാണ്.
അതല്ലെന്നും ഡിവോഴ്സ് വാങ്ങി തന്റെ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള പ്ലാൻ ആണെന്നും തന്റെ കുടുംബവുമായി അവൾ അത്രയ്ക്കും ക്ലോസ് ആണെന്നും വീട്ടിലുള്ള തന്റെ ചേട്ടനും അനിയന്മാർക്കും അച്ഛനുമെല്ലാം അവളോട് അത്രയ്ക്ക് സ്നേഹമാണെന്നും അതുകൊണ്ട് അവൾ വീട് വിട്ടു പോവില്ലെന്നും പക്ഷേ തന്റെ കയ്യിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നും സുധീഷ് പറയുന്നുണ്ട്. അവരെയെല്ലാം സ്വന്തമായി കണ്ട് സുധീഷിനെ ഭർത്താവായി കാണാത്തത് എന്താണെന്ന് ഗോപി സാർ ചോദിക്കുന്നുണ്ട്. കല്യാണം യാദൃച്ഛികമായി നടന്നതാണെന്നും ഇപ്പോ കല്യാണം കഴിക്കാൻ അവൾക്ക് പ്ലാൻ ഇല്ലായിരുന്നുവെന്നും റാങ്ക് ഹോൾഡറായ അവൾ ഒരു ജോലിയൊക്കെ നേടി ഉയരങ്ങളിൽ എത്താനാണ് ആഗ്രഹിച്ചതെന്നും അതുകൊണ്ടാണ് ഡിവോഴ്സ് നേടുന്നതെന്നും സുധീഷ് പറയേ കല്യാണം കഴിഞ്ഞും ആഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം സാധിക്കാമല്ലോ എന്ന് ഗോപി സാറും പറയുന്നുണ്ട്. അത് പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ലെന്നും ഡിവോഴ്സ് വാങ്ങിയേ തീരൂ എന്ന് ഉറപ്പിച്ച് തന്റെ വക്കീലിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയെന്നും ഇപ്പോ കോടതിയിൽ പോയി ഡിവോഴ്സിന് അപ്ലൈ ചെയ്തെന്നും തനിക്ക് അവളെ പിരിഞ്ഞു ജീവിക്കുന്നത് ഓർക്കാനാവില്ലെന്നും അവളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നും സുധീഷും സങ്കടത്തോടെ പറയുകയാണ്. അവന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ താൻ നിധിയെ നേരിട്ട് കാണാമെന്നും ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാമെന്നും ഗോപി സാർ അവന് വാക്കു നൽകുകയാ. അവിടെ ഹരീഷും തന്റെ വർക്ക്ഷോപ്പിൽ പിണങ്ങിപ്പോയ നീതുവിനെ കാണാതെ ആകെ വെപ്രാളത്തോടെയും ടെൻഷനോടെയും അവൾക്ക് മെസ്സേജ് അയക്കുകയാ. ടെൻഷനോടെ ഇരിക്കുകയായിരുന്ന നീതുവും സന്തോഷത്തോടെ അവന് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോഴേക്കും ജോലിയൊന്നും ചെയ്യാതെ മൊബൈലിൽ കളിച്ചിരിക്കുന്ന അവളെ അമ്മ വഴക്ക് പറയുന്നുണ്ട്. പിന്നീട് നിധി വീട്ടിലെത്തുമ്പോഴേക്കും ജോലി കഴിഞ്ഞു വരുന്ന സുഭാഷ് ഏട്ടനും അവളെ വിളിച്ച് കോടതിയിൽ പോയ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ എന്നും ഡിവോഴ്സ് കിട്ടിയോ എന്നും സുഭാഷ് ടെൻഷനോടെ അവളോടായി ചോദിക്കേ അതെല്ലാം ടൈം എടുക്കുമെന്നും ഇപ്പോ അപ്ലൈ ചെയ്താൽ തന്നെ 6 മാസമെങ്കിലും എടുക്കുമെന്നും നിധി പറയുന്നത് കേൾക്കെ സുഭാഷ് ഏട്ടനും ആശ്വാസമാവുകയാ. അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സുഭാഷ് ഏട്ടൻ ചോദിക്കേ കോടതിയിൽ ജഡ്ജിയെ കാണാനായി ചെന്നതും കൗൺസിലിങ്ങിന് വിട്ടതും പ്രശ്നങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയെന്നും രണ്ടുപേരോടും തനിച്ചവർ സംസാരിച്ചെന്നും ഇനി വേറൊരു ദിവസം കൗൺസിലിങ്ങിന് ഹാജരാകണമെന്നും നിധി പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ഇതുവരെ വീട്ടിലേക്ക് എത്തിയില്ലെന്നും സുധീഷ് ഏട്ടൻ ഓക്കെ അല്ലെന്നും നികേഷ് ചോദിക്കെ ഓക്കെ ആണെന്ന് നിധി പറയുന്നു. അവിടെ സുധീഷ് ഗോപി സാറിനെ സോപ്പിടുന്ന തിരക്കിലായിരുന്നു. സുധീഷിന്റെ വിഷമങ്ങളെല്ലാം കേട്ട് ഗോപി സാർ നിധിയുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. താൻ വാമനപുരം സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ഗോപി സാറാണെന്ന് അദ്ദേഹം പറയേ നിധി സുഭാഷ് ഏട്ടന്റെയും നികേഷിന്റെയും അടുത്തു നിന്ന് മാറി നിന്ന് സംസാരിക്കുകയാ. നിധി ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ച് ഗോപി സാർ അവളെ ചോദ്യം ചെയ്യുമ്പോഴേക്കും സാറിനോട് ഇതാരാ പറഞ്ഞതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു എന്നതിൽ കാര്യമില്ലെന്നും എന്താ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണമെന്നും ഗോപി സാർ ചോദിക്കുകയാ. താനും സുധീഷും സെറ്റാവില്ലെന്നും അതുകൊണ്ടാണ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തതെന്നും നിധിയും പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് 6 മാസം ആവുമ്പോഴേക്കും ഡൈവോഴ്സ് ചെയ്യുന്നത് ശരിയല്ലെന്നും അത്രയും കഷ്ടപ്പെട്ട് കല്യാണം നടത്തിയതെന്ന തന്നോടൊരു മര്യാദ കാണിക്കേണ്ടതെന്നും ഡിവോഴ്സ് കാര്യം നിധിയുടെ വീട്ടുകാർക്ക് അറിയാമെന്നും ഗോപി സാർ ചോദിക്കുകയാണ്. അറിയില്ലെന്ന് അവളും പറയുന്നുണ്ട്. ഈ കാര്യം അറിഞ്ഞാൽ അവർക്ക് വളരെയധികം വിഷമമാവുമെന്നും അന്ന് അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിൽ വെച്ച് താൻ സുധീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നവളല്ലേ എന്നും ഇത് ജീവിതത്തിന്റെ കാര്യമാണെന്നും പെട്ടെന്നൊരു തീരുമാനം എടുക്കരുതെന്നും പെട്ടെന്ന് തന്നെ കോർട്ടിൽ പോയി ഡൈവോഴ്സ് വേണ്ടെന്ന് പറയണമെന്നും അല്ലെങ്കിൽ താൻ അവളുടെ വീട്ടിൽ പോയി ഇക്കാര്യം അവരെ അറിയിക്കുമെന്നും സുധീഷുമായി സംസാരിച്ച് ശരിയായ തീരുമാനത്തിലെത്തി ഒന്നിച്ച് ജീവിക്കാൻ നോക്കെന്നും ഇനിയും ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്റെ തീരുമാനം താൻ നടപ്പിലാക്കുമെന്നും തീർത്തു പറഞ്ഞ് ഗോപി സാർ കോൾ വെക്കുകയാണ്. അവിടെ ഹരീഷ് നീതുവിനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കസ്റ്റമർ വന്ന് ഹരീഷ് തന്റെ മെസ്സേജ് നിർത്തി ആ ജോലി ചെയ്യാനായി പോകുന്നത്. അവൻ പെട്ടെന്ന് മെസ്സേജ് നിർത്തി പോയത് കൊണ്ട് നീതുവിനും ദേഷ്യം വരികയാ. അവൻ ആ വണ്ടി റെഡിയാക്കി കസ്റ്റമറെ പറഞ്ഞയക്കുമ്പോഴേക്കും നീതുവും ദേഷ്യത്തോടെ അവന്റെ ഷോപ്പിലേക്ക് എത്തുകയാ. ഹരീഷ് മെസ്സേജ് അയക്കുന്നത് നിർത്തിയതിനെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് അവരുടെ പിണക്കങ്ങളെല്ലാം മറന്ന് അവർ വീണ്ടും സന്തോഷത്തോടെ പ്രണയിക്കാൻ തുടങ്ങുകയാ. പിന്നീട് രാത്രി വീട്ടിലെത്തുന്ന സുധീഷിനോട് കോൺസ്റ്റബിൾ ഗോപി സാർ വിളിച്ചിരുന്നോ എന്ന് നിധി അന്വേഷിക്കുന്നുണ്ട്. തന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് സുധീഷ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുമ്പോഴേക്കും തന്നെ ഗോപി സാർ വിളിച്ചിരുന്നുവെന്നും ഡിവോഴ്സിനെ കുറിച്ച് ചോദിച്ചുവെന്നും അതുകൊണ്ടാണ് സുധീഷിനെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചതെന്നും നിധി പറയേ സുധീഷും തന്റെ മൊബൈൽ എടുത്തു നോക്കി ഗോപി സാർ വിളിച്ചിട്ടില്ലെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനു ഗോപി സാർ വിളിച്ചതെന്ന് സുധീഷ് ചോദിക്കേ എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നും ഡിവോഴ്സ് ചെയ്യാനാണോ ഇങ്ങനെ കഷ്ടപ്പെട്ട് കല്യാണം നടത്തി തന്നതെന്ന് ചോദിച്ചെന്നും സമാധാനമായി ഒന്നിച്ച് ജീവിക്കണമെന്നും ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലെന്നും കർശനമായി പറഞ്ഞെന്നും അവൾ പറയുന്നുണ്ട്. അത് കേട്ട് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും പുറമേ കാണിക്കാതെ അങ്ങനെയെല്ലാം പറഞ്ഞോ എന്ന് സുധീഷ് ചോദിക്കേ അതേന്നും പോലീസ് എന്തിനാ ഇക്കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ലെന്നും തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും നമ്മൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞുവെന്നും നിധി സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ഒരു പരുങ്ങലോടെ ഇരിക്കുമ്പോഴേക്കും സുധീഷ് അയാളെ എങ്ങാനും വിളിച്ചു പറഞ്ഞോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്.
താൻ വിളിച്ചു പറഞ്ഞിട്ടില്ലെന്നും ചിലപ്പോൾ വക്കീൽ പറഞ്ഞിട്ടുണ്ടാകാമെന്നും സുധീഷ് പറയെ നിധിയുടെ മനസ്സിലും അങ്ങനെയൊരു സംശയം ഉടലെടുക്കുകയാ. ആ സംശയം തീർക്കാനായി അവൾ അപ്പൊ തന്നെ വക്കീലിനെ വിളിക്കാനായി തുടങ്ങുകയാ. സുധീഷ് അവളെ തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യാതെ വക്കീലിനെ വിളിക്കുകയാ. വക്കീൽ കോൾ എടുക്കാതിരിക്കുമ്പോഴേക്കും സുധീഷിനും അത് ആശ്വാസമാവുന്നുണ്ട്. നിധി ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും വക്കീലിന്റെ വിളി എത്തുന്നുണ്ട്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് തന്റെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നതാണെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നും ആ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞിരുന്നു എന്നും വക്കീലിനോട് ചോദിക്കുക. താൻ ഇൻഫോം ചെയ്തിട്ടില്ലെന്ന് വക്കീൽ പറയേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിഞ്ഞ കോർട്ട് വഴി എന്തെങ്കിലും ഇൻഫർമേഷൻ സ്റ്റേഷനിലേക്ക് പോകുമോ എന്നവൾ വീണ്ടും ചോദിക്കേ. അങ്ങനെ ഒരു റൂൾസും ഫോർമാലിറ്റീസും ഇല്ലെന്ന് വക്കീൽ പറയേ. താനൊരു കൺഫർമേഷന് വേണ്ടി വിളിച്ചതാണെന്നും സോറിയും പറഞ്ഞ് വക്കീൽ കോൾ വെക്കുകയാ. ഗോപി സാറിനെ വിളിച്ചു പറഞ്ഞതാണെന്നറിയാതെ നിധി വീണ്ടും ടെൻഷനോടെ ഇരിക്കെ പിന്നെ ആരാ വിളിച്ചതെന്ന് താൻ വിളിച്ച് ചോദിക്കണോ എന്ന് സുധീഷ് ചോദിക്കുകയാ. ആരാണ് വിളിച്ചതെന്നറിഞ്ഞാൽ തനിക്കൊരു സമാധാനമായിരുന്നു. ഒന്ന് വിളിച്ച് ചോദിക്കുന്ന നിധി പറയെ രാത്രി സമയത്ത് വിളിക്കുന്നത് എങ്ങനെയെന്നും അതും ഒരു പോലീസുകാരനല്ലേ. താൻ നാളെ രാവിലെ വിളിച്ച് നിധിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാമെന്ന് പറഞ്ഞ് സുധീഷ് രക്ഷപ്പെടുകയാ. തന്റെ ഫ്രണ്ടിനോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി പോകുമ്പോഴേക്കും നിധി തന്റെ മൊബൈൽ എടുത്ത് ഗോപി സാറിനെ വിളിക്കുകയാ. എന്താ കാര്യമെന്ന് സാർ ചോദിക്കേ. സാറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. മീറ്റ് ചെയ്യാമെന്നും എന്ത് വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാനുള്ളതെന്നും സാറ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന സാറിന്റെ ഭാര്യയും സംശയത്തോടെ അദ്ദേഹത്തിന്റെ കോളും ശ്രദ്ധിച്ചു നിൽപ്പാ. താൻ നേരിട്ട് കണ്ട് പറയാമെന്ന് നിധി പറയെ. സ്റ്റേഷനിലോ പുറത്തോ വെച്ച് കാണാമെന്നും എവിടെയാണെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതിയെന്നും താൻ സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നും ഗോപി സാർ പറയെ. താൻ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞ് നിധിയും കോൾ വെക്കുകയാ. ശരിയെന്ന് പറഞ്ഞ് ഗോപി സാറും കോൾ വെക്കുമ്പോഴേക്കും എല്ലാം കേട്ടുനിന്ന ഗോപി സാറിന്റെ ഭാര്യയും അങ്ങോട്ട് വന്ന് ആരെയാ പുറത്തു വെച്ച് കാണാമെന്ന് പറഞ്ഞ് സംസാരിച്ചതെന്ന് ചോദിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാ. അതൊരു ഡിവോഴ്സ് കേസാണെന്ന് ഗോപി സാർ പറയെ. പോലീസും ഡിവോഴ്സ് കേസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ച് അവർ രണ്ടുപേരും വഴക്കിടുകയാ. പിന്നീട് രാത്രി 12 മണിയാ.